അല്ലാഹു ആ കഥ കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുന്ദരമായ ഒരു കഥ. അതാണ് നിങ്ങൾക്ക് താല്പര്യം. സീരിയലിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ്. മോനെ ഖുർആൻ പറയാത്തതൊന്നുമില്ല. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂറത്തിന്റെ ശാസ്ത്ര സത്യം പറയാൻ ഒരു അത്ഭുതകരമായ കഥ പറയുന്നുണ്ട്. ലോകം അടക്കി പിടിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി. നാല് ചക്രവർത്തിമാരാണ് ലോകം അടക്കി ഭരിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ശാസ്ത്രം കേട്ട് വിഷമിക്കണ്ട, ഒരു കഥ കേട്ട് പെണ്ണുങ്ങളൊന്നും ഉഷാറായിക്കോട്ടെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ശാസ്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 എണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 4 പേര് അടക്കി ഭരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ്. ഇന്ന് നിങ്ങൾ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സുലൈമാൻ നബി കേരളവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഇന്ത്യയും അന്ന് സുലൈമാൻ നബിയുടെ വീടിലാണ് ലോകമടക്കി ഭരിച്ചു. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ്. നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് ഒരു മരംകൊത്തി ഉണ്ടായിരുന്നു. ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന സുലൈമാൻ നബിയുടെ മെസഞ്ചറാണ് മരംകൊത്തി. രാവിലെ ആ മരംകൊത്തി പോകും, വൈകുന്നേരമാകുമ്പോൾ മരംകൊത്തി തിരിച്ചു വരും. അതേവരെ ആ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ന്യൂസും പറയുന്ന സുലൈമാൻ നബിയുടെ അൽ ജസീറയാണ് മരംകൊത്തി. സുലൈമാൻ നബിയുടെ BBC ആണ് മരംകൊത്തി. സുലൈമാൻ നബിയുടെ ഏഷ്യാനെറ്റ് ന്യൂസാണ് മരംകൊത്തി. മുഴുവൻ കൊടുമുടികളും പറഞ്ഞു നടന്ന് സർവ്വ രഹസ്യങ്ങളെ കൊടുക്കുന്ന മരംകൊത്തി. ഖുർആൻ പറയാൻ ഒരു ദിവസം ഒരു സുന്ദരമായ കഥ. ഇതൊരു റൊമാന്റിക് ഭാവനയല്ല, ഇത് മേരി ഷെല്ലിയുടെ കഥയല്ല, ഇത് സാഹിത്യമില്ല, തൈരികമല്ല, ഇത് മിത്തല്ല, കഥനങ്ങളല്ല. ആ വൈകുന്നേരം തന്നെ മരംകൊത്തിയെ കാത്തു നിൽക്കുമ്പോ മരംകൊത്തി വന്നിട്ടില്ല. സുലൈമാൻ നബിക്ക് സന്ധ്യയായി, സുലൈമാൻ നബിക്ക് ദേഷ്യമായി. സുലൈമാൻ നബി പറഞ്ഞു, മരംകൊത്തി വരാത്തതെന്താ? ലൗഅദിബന്നഹു അദാബൻ ശദീദാ ഔ ലഅദ്ബഹന്നഹു ഔ ലയഅതിയനി ബിൻ സുൽത്താനിൻ മുബീൻ. ആ മരംകൊത്തി ഇന്ന് വരട്ടെ. അവിടെ താമസിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് ഞാൻ അവിടെ 100 അടിയടിക്കും, അതല്ലെങ്കിൽ ആ മരംകൊത്തി ഞാൻ അറുത്ത് മാറ്റി കളയും. സുലൈമാൻ നബി ദേശത്തോടെ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഖുർആന്റെ സാഹിത്യ ഭാഷയാണ്. തെല്ലും അമാന്തിച്ചില്ല. എന്റെ കഥ പറയുന്നത് പോലെ, ഒറ്റക്കാടിൽ നിന്നത് പോലെ തെല്ലും അമാന്തിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടി ഖുർആനാണ്. ചെറുപ്പക്കാരാ, വൈക്കം മുഹമ്മദ് ബഷീർ നോവലിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടർ ഹ്യൂഗോയുടെ പ്രവേശം എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. വില്യം ഷേക്സ്പിയറിന്റെ മഹത്വാദകങ്ങൾ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്യത്തിന്റെ പുനരാവിഷ്കാരമാണ്. പിന്നീട് ഒരു സദസ്സിൽ ഞാൻ വിശദീകരിച്ചു പറയാം. ഇവിടെ പറയാം പ്രതിനിധിയുടെ സമയത്തിന്റെ. വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം എഴുതി ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടർ ഹ്യൂഗോയുടെ ദ പ്രവേഴ്സ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. പിന്നെ ഒരു സദസ്സുണ്ടാകും, അവിടെ വെച്ച് പറയാം. അത് തന്നെ പറഞ്ഞ ചിലപ്പോൾ ഒരു വിരസത ഉണ്ടാവും. നമ്മളൊരു നാടന്മാരല്ലേ, നമുക്കെന്ത് അത് വിക്ടർ ഹ്യൂഗോ, നമുക്കെന്ത് നമുക്ക് വിക്ടർ ഹ്യൂഗോ, നമുക്ക് തുറപ്പ സുഖേർ കുരുവി റസാക്കുന്നല്ലാതെ നമുക്കെന്ത് തുറപ്പ സുഖേർ വിക്ടർ ഹ്യൂഗോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കുതുകുതു വന്നു, താമസിച്ചു, മെസഞ്ചറായി താമസിച്ചു. ചുരുക്കി പറയാം, ഒരു ശാസ്ത്രം പറയാനും ഒരു കഥ പറയാനും രണ്ടും കൂടിയാണ്. ഈ സീരിയലിൽ നിന്ന് നിങ്ങളൊന്ന് മാറാനും. ഖുർആൻ പറയുകയാ, നോവലിസ്റ്റ് പറയില്ലേ, അവൻ വാതിലി നോക്കി, തെല്ലും അമാന്തിച്ചില്ല. തെല്ലും കഴിഞ്ഞില്ല, ഹുദുഹുദ് പാഞ്ഞു വന്നു. സുലൈമാൻ നബി അടിക്കാൻ ചാട്ടവാറെടുത്തപ്പോ ഹുദുഹുദ് പറഞ്ഞു, എന്നെ അടിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, കൊല്ലാതിരുന്നാൽ ഇന്ന് ഞാൻ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്, അത് നിങ്ങളോട് പറയാം. ഖുർആൻ സൂറത്തുൽ നംൽ, എന്നെ കൊല്ലാതിരുന്നാൽ ഞാൻ ഒരു ന്യൂസ് പറഞ്ഞുതരാം. ഭർത്താവിരിക്കുന്ന അടിക്കാതിരുന്ന അപ്പുറത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ സമയത്ത് ഹുദുഹുദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ, ഞാൻ ഇന്ന് രാവിലെ മുതൽ പാറിപ്പറന്ന് നടന്നപ്പോ ആരും അറിയാതെ സബ എന്ന് പറയുന്ന ഒരു ബലഭൂയിഷ്ടമായ സമ്പൽ സമൃദ്ധമായ രാജ്യത്തിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ സുലൈമാൻ നബിയെ ആ
സഭ ഭരിക്കുന്നതിന് പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ ലോകത്തിന്റെ ചക്രവർത്തിയാണെന്ന് പറയുമ്പോ നിങ്ങൾ അറിയാത്തൊരു നാട്ടിലൊരു പെണ്ണിരുന്ന് ഭരിക്കുകയാണ്. അവളുടെ പേര് ബൽക്കീസ് എന്നാണ്. സുലൈമാൻ നബിയെ മാത്രമല്ല, നിങ്ങളെ വെല്ലുന്ന ഒരു സിംഹാസനം ആ ബൽക്കീസിന് രത്നങ്ങളും മരതകങ്ങളും ഗോമേതകങ്ങളും പതിപ്പിച്ച ഒരു സുന്ദരമായ കസേരയുമുണ്ട്. ആ കസേരയിലാണ് ബൽക്കീസ് ഇരിക്കുന്നത്. ചുരുക്കി പറയട്ടെ, സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഈ നാട് മുഴുവൻ താൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ? മന്ത്രിസഭ വിളിച്ചുകൂട്ടി. സുലൈമാൻ നബിയുടെ മന്ത്രിസഭയിലെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, എല്ലാം അടങ്ങുന്ന മന്ത്രിസഭ. സുലൈമാൻ നബി ചോദിച്ചു മന്ത്രിസഭയോട്, പുതുവരുന്നൊരു പുതിയ വിശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും അറിയാതെ ബൽക്കീസ് എന്ന പെണ്ണ് ഒരു അത്ഭുത സിംഹാസനത്തിൽ ഇരുന്ന് നാട് ഭരിക്കുന്നുണ്ട്. ആ ബൽക്കീസിന്റെ സിംഹാസനം ആരാണ് എന്റെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചു തരിക? 40 മാസത്തെ വഴി ദൂരമുണ്ട് ബൽക്കീസിലേക്ക് പോകാൻ, സഭയിലേക്ക് പോകാൻ. ആ സമയത്ത് ജിന്നുകളുടെ രാജാവായ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അത്രേ, കാല ഇഫ്രീത്തു മിനൽ ജിന്നി അനാ ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. സുലൈമാൻ നബിയെ, അങ്ങിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 40 മാസം വഴി ദൂരമുള്ള സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നതാണ് സുലൈമാൻ നബിയെ. സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. എല്ലാവരും ഉണ്ട്. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രി, എല്ലാവരും ഉള്ള സദസ്. ജിന്നുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷിയുണ്ട്, പറവയുണ്ട്, എല്ലാം ഉണ്ട്. സുലൈമാൻ നബി ചോദിച്ചു, സൂറത്തിൽ നംലിന്റെ കഥയാ പെണ്ണെ, സൂറത്തിൽ നംല്. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, അയ്യുക്കും ഞാൻ അറിയാതെ നാട് ഭരിക്കുന്ന ബിൽക്കീസ് ഇരിക്കുന്ന സിംഹാസനം എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ ആർക്കാ കഴിയുക? ജിന്നുകളുടെ നേതാവായി ഇഫ്രീത്ത്. ജിന്നിനെ അറിഞ്ഞൂടെ? ജിന്നിനെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ജിന്നിനെ കണ്ട ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കി. ഇല്ലേ? ജിന്നിനെ കണ്ടി, പിശാചിനെ കണ്ടിട്ടുണ്ട. ഇപ്പൊ ആണുങ്ങൾ ഒരു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. പെണ്ണുങ്ങൾ മുഴുവൻ കൈവക്കും. പിശാച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ജിന്നുകളുടെ നേതാവാണ് ഇഫ്രീത്ത്. ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് ഇരുന്നെടുത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ പറഞ്ഞു, അല്ല, അതിനേക്കാൾ വേഗതയിലായി കൊണ്ടുവരും. അതിനേക്കാൾ വേഗതയിലാണ് ജിന്നിന് പറ്റാത്തത്. ആ സമയത്ത് സദസ്സ് നിശബ്ദമായി. ജിന്നുകൾക്ക് കഴിയാത്തതാർക്കാണ് കഴിയുക? ആ സമയത്താണ് നിശബ്ദമായ സദസ്സിന് ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഖുർആൻ പറയട്ടെ, കാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അനാ ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ കൊണ്ടുവരാമെന്ന് തൗറാത്തിൽ അഗാധ പ്രാവീണ്യമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങേക്ക് ആ സിംഹാസനം മുമ്പിലെത്തിക്കാൻ നബിയേ. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആ സിനിമനെ പറയുകയാ ഒരു ദിക്റുചൊല്ലി, അല്ലാഹുവേ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ആദിക്കുറഞ്ഞല്ലേണ താമസം 40 മാസത്തിന്റെ വഴിദൂരം അകലെയുള്ള ബിൽക്കീസിന്റെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുറ്റത്ത് വന്നു നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സിംഹാസനം കാല് സുലൈമാൻ നബിയുടെ മുമ്പിലെത്തി. ആസിബിന് ബർഖയ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്നു തരാം. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ്. കണ്ണടച്ച് തുറക്കുന്നത് ഇത് കണ്ണ് ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാർ. ചുമ്മാ കഥ കേൾക്കാതെ, ഞാൻ ശാസ്ത്രം പറയാനാ പറഞ്ഞത്. കണ്ണടച്ച് തുറക്കാത്ത സമയം കാണും. ഒരു സെക്കൻഡ് കണ്ണൊന്ന് അടക്കി തുറക്ക്. എത്ര പാറ മനുഷ്യന്മാര്. എത്ര 1 സെക്കൻഡ്. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. അപ്പോ സമ്മതിച്ചല്ലോ. ഖുർആൻ കണ്ണടച്ച് ചിമ്മി തുറക്കാൻ 1 സെക്കൻഡ്. കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്
സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ഒരു മനുഷ്യൻ പറയുന്നത് BC 1050-ലാണ്. ഖുർആൻ BC 1050 കഥ